എന്ത് മറന്നെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഈ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കണം. തല്ലി തീർക്കാൻ പറ്റില്ല. ജീവിച്ച് തീർക്കണം, മനസമാധാനത്തോടെ തീർക്കണം. അദ്ദേഹത്തിനും എനിക്കും മനസമാധാനം തരുന്ന ഒന്നാണ് ഞങ്ങളെടുത്ത തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ. ഇനി ആരും ഇത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകളിലും ചോദിക്കരുത്, ഞാൻ പറയില്ല. സാരിയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സാരി ഞങ്ങൾക്ക് എൻജോയ് ഇന്ന് ഈ ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ ചേച്ചിക്ക് ഒരു കമന്റ് കിട്ടി. ശരത് സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരത്തേട്ടാ, അറിയാതെ ഈ മാമാവിന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു പോയി. ശരത്തേട്ടൻ ഇതാണ് പറഞ്ഞത്, കൊള്ളാം, നല്ല ഡ്രസ്സ്, നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഡീസൻസി, വൃത്തികെട്ട. ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണോ എന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത്. ചാടി ഇറങ്ങി പോകും ചേച്ചി, ആ കസേരന്നൊക്കെ ഇറങ്ങി പോകും, പുറത്തേക്കൊക്കെ പോകും. എന്റെ ചില ചിരിച്ചിട്ട് ശ്വാസം കിട്ടില്ല. കാരണം എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാ. ഇതിപ്പോ 3 ആഴ്ചയായല്ലേ ചേച്ചി വാശിയാതായി. നിങ്ങളുടെ വിളി കേട്ട് ഞാൻ വന്ന എനിക്ക് ചളി ഇന്റർവ്യൂ ആണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അപ്പൊ ചളി പറയണ്ടേ? എനിക്ക് അവിടെയും ചളി ഇവിടെയും ചളി, നസീർക്ക, പിഷു, എല്ലാരും ചളി. ഇപ്പൊ പിഷു ഉണ്ടായിരുന്നു പറഞ്ഞേ നിങ്ങളുടെ തലയിലും ചളി എന്ന് പറഞ്ഞാലേ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് പറയുന്നു, പക്ഷെ പറഞ്ഞില്ല. സാബു എപ്പോഴും പറയും, ഈ പെണ്ണുപിള്ള തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പൈസക്ക് പോയി ചെയ്യുന്ന ആളാണെന്ന് പറയും. തോന്നുന്ന പൈസക്കല്ല കേട്ടോ, പൈസ ഞാൻ ചോദിച്ചു പിടിക്കാറുണ്ട്. സാബു തെറ്റുപറ്റി. ചേച്ചി, ചേച്ചിക്ക് ഒത്തിരി പേരുണ്ട്. മഞ്ചാടി, അതെ, മഞ്ജുക്കുട്ടി, ഇനി മഞ്ജിമേണ്ട. ഇല്ല മഞ്ജിമേന്നില്ല, പക്ഷെ പാറൂന്നുണ്ട്. പാർവതി. പാർവതി നന്നായിട്ട് വിക്കിപീഡിയ നോക്കിയിരിക്കുന്നു. അതോ എന്റെ ഇന്റർവ്യൂ ആണ് എന്താ? ഇത് ബേസിക് റിസർച്ച് എന്ന് പറയും, പക്ഷെ ഇന്ന് റിസർച്ച് അല്ല ചേച്ചി, ഇന്ന് റിസർച്ച് ഇല്ല. ഞാൻ ആദ്യമേ രജനീഷിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു രജനീഷ് കുറേ നാളുകളായിട്ടല്ലേ വരൂ ചേച്ചി, വരൂ ഓഫീസിലേക്ക്, വരൂ. അപ്പോൾ ഒക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. സത്യം പറയാൻ മടിയായതുകൊണ്ടാണ്. സത്യം പറയാൻ മടിയാണല്ല, സത്യങ്ങൾ ആൾക്കാർ എടുക്കാത്തതുകൊണ്ടാണ്. കള്ളം മാത്രമേ എടുക്കോളൂ. വിവാദങ്ങൾ വിവാദങ്ങൾ മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് എനിക്ക്, എല്ലാവരും അല്ല കേട്ടോ, കുറെ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ മാക്സിമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രൊഫഷനും എൻ്റെ മകളും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തിനാ, ആർക്കും കൊടുക്കാറില്ല, ഒരാൾക്ക് മാത്രമല്ല ആർക്കും കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് ചേച്ചി എനിക്ക് തരാൻ തീരുമാനിച്ചത്? ഞാൻ സോപ്പിട്ടതുകൊണ്ടാണ്. അല്ല ആക്ച്വലി കുറച്ച് ആൾക്കാർ വളരെ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ. അതെ, കുറച്ച് ആൾക്കാരിൽ ഒരാൾ, വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാൾ വളരെ ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ രജനീഷിന്റെ അടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ട്, രജനീഷ് ഞാൻ എന്തെങ്കിലും രണ്ടാമതൊരു ഇന്റർവ്യൂ, കാരണം കുറച്ച് നാള് എൻ്റെ കുറേ ഇന്റർവ്യൂസ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു, തരികയാണെങ്കിൽ രജനീഷിന് ആദ്യം തരാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് പറയാ, വൈകുന്നേരം കാരണം വരെ വീട്ടിലേക്ക് അയക്കും. എന്നെ കാണാനല്ല, ഇതാണ് ആള്, കാരണവരാണ്. ഇത് കാപ്പി. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ? ഇഷ്ടപ്പെട്ടു. കാരണന്മാരെ ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വിടാം കേട്ടോ, ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, ശരി. പെണ്ണിന്റെ പേര് ചോദിച്ചില്ല. സുജ. ആഹാ, സുജ, നല്ല പേര്. ഓക്കെ. അല്ല, ഇതും പെണ്ണ് തന്നെയല്ലേ? ആണല്ലോ. ഈ നിന്നതും ആണാണോ? ഞാൻ ആണിന്റെ സ്വഭാവമുള്ള ഒരു പെണ്ണ്. ടെറർ. പക്ഷെ ചേച്ചി കോമഡി പരിപാടികൾ ചെയ്ത് ആളുകൾ ഈ ടെറർ സ്വഭാവം വിട്ടു ചേച്ചിയുടെ. ചേച്ചിക്ക് ടെററാണെന്ന് ചേച്ചിയെ കുറിച്ച് അറിയില്ല ആർക്കും. ചേച്ചി ശരിക്കും ടെററാണ്. ശരിക്കും ഞാൻ ആവശ്യങ്ങളിൽ ടെററാവും, അല്ലാത്തപ്പോൾ പാവമാവും. ശരി ചേച്ചി, താങ്ക് യു. ഇപ്പൊ മഞ്ജു ചേച്ചി എല്ലാവരും ചേച്ചി എന്ന് വിളിക്കും. കുഞ്ചാക്കോ ഓവനും മഞ്ജു ചേച്ചി ഒരേ പ്രായം. ചാക്കോച്ചൻ ഇപ്പൊ എന്നെ വിളിക്കുന്ന എടി മഞ്ജു എന്നാ. ആരെവിടെ നിന്നാലും ചാക്കോച്ചൻ എടി മഞ്ജു വിളിച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ വിളിക്കും, ഇടി മഞ്ജു 10 പ്രാവശ്യം വിളിക്കും.
അങ്ങനെ ആയി. അതെ, ഇങ്ങനെ സത്യം തുറന്നു പറഞ്ഞ ഇതേപോലെ ഇരിക്കും. പിന്നെ അല്ല, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ചാക്കോച്ചെന്ന് മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒരു മേ ബി ഒരു സീനിയറായിട്ട് വന്നത് കൊണ്ടുള്ള ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയില്, അതെ, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളുമാണ്. ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിലൊക്കെ യൂണിറ്റിലും ഒക്കെ നിൽക്കുന്ന നമ്മളെക്കാട്ടിലും ഞാൻ അണ്ണാന്നായിരിക്കും വിളിക്കുന്ന, ചേട്ടാന്നായിരിക്കും വിളിക്കുന്നത്, അവര് തിരിച്ചു വിളിക്കുന്ന ചേച്ചി. അങ്ങനെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി വരെ ഓക്കെ, ആന്റി വിളി കേൾക്കുമ്പോൾ നമ്മളെക്കാട്ടിലും ഒരു 5 വയസ്സിന് എളുപ്പമുള്ള ആൾക്കാർ വന്ന് ആന്റി എന്ന് വിളിക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ പ്രായം കുറയ്ക്കാനാണോ എന്റെ പ്രായം കൂട്ടാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ ലോക്ക് ചെയ്യും, എന്ത് മാമി എന്ന് ചോദിക്കും. പിന്നെ ഈ സ്ലാങ് ഉണ്ടല്ലോ, സ്ലാങ് ചില സ്ഥലത്ത് സ്കിറ്റിലൊക്കെ ചേച്ചി ഉപയോഗിക്കുന്ന, ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ലാങ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ്ങിന് ചേച്ചിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രിവാൻഡ്രവും കോട്ടയം എനിക്ക് ഈസി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ചെയ്ത സ്കിറ്റ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കൽപ്പന ചേച്ചി ചെയ്തേക്കുന്ന ഒരു ആൺ ക്യാരക്ടറാണ്, ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാളായിട്ട്. അത് എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറിന്റെ ഒരു പ്രോഗ്രാം അല്ലേ. ഇത് പുളുവൻ കുട്ടൻ പിള്ള മാമനല്ലേ? പുളുവൻ എന്ന് പറയുന്ന മക്കൾ അങ്ങ് വീട്ടിൽ വെച്ചിരുന്നത് ആങ്കർ ചെയ്തിരുന്നു സിദ്ദിഖ് സാർ. പഴയ ഒരു സ്കിറ്റാണ്. ഇനിയും മഞ്ജുവും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞു തന്നാണ്, മക്കളെ ഇങ്ങനെ നീ ചോദിച്ചാൽ മതി ഇന്ന കാര്യങ്ങൾ, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളാണ്, അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കോമഡി ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് കൽപ്പന ചേച്ചി എന്ന് പറയുന്നത്. കൽപ്പന ചേച്ചി വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പോൾ ഉർവശി ചേച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും കൽപ്പന ചേച്ചിയെ കുറിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുപോകാറുണ്ട്. അല്ല, മിൻചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മിൻചേച്ചി പറഞ്ഞിട്ടുണ്ട്, മക്കളെ എൻ്റെ പണ്ട് കേട്ടോ, എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇവിടെ കോമഡി ആരുമില്ല മക്കളെ, അപ്പം നീ അതിലേക്ക് തിരിയണം, നിനക്ക് വഴങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് മിൻചേച്ചിയാണ് ശരിക്കും. അങ്ങനെയാണ് വീട്ടിലേക്ക് തമാശയിലേക്ക് ഞാനൊന്ന് കാൽ വെച്ചത്. ആക്ച്വലി എൻ്റെ ഹ്യൂമർ മിനി സ്ക്രീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥ് സാർ ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു, ഞാനും സിദ്ദിഖിക്കയുമായിരുന്നു അതിൽ ചെയ്തിരുന്നത്. അത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഓണത്തിന് ഇറങ്ങിയ ഇൻസ്റ്റന്റ് ഓണം എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. അതിൽ നിന്ന് ആണ് അടുത്തത് ഞാനും ജഗദീഷ് ഏട്ടനും ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി കുറച്ച് വർഷങ്ങൾ പോയി, കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയി ഒരു 8 മാസം വരെ ഞാൻ ആ വർക്ക് ചെയ്ത്. ഒരു ദിവസം ഞാൻ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ചാടി എഴുന്നേറ്റ് സ്റ്റെപ്പ് ഓടി കയറുന്ന ഒരു ഷോട്ട് കണ്ടിട്ട് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത്. എഗെയിൻ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് വണ്ണമൊക്കെ വെച്ചപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നൊരു സ്വഭാവം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് പഠിക്കുക, അപ്പം തണുക്കും, അതങ്ങ് ശീലമായി.